ഹായ് ഹലോ. നമ്മൾ രാവിലെ ഇതാ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. കുന്നമംഗലം കാരന്തൂര് ഭാഗത്ത് കാടിൻ്റെ ഉള്ളിൽ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം പുറപ്പെട്ട് അവിടെ ഒന്ന് പോകാമെന്ന് കരുതി പോയി. കാട് തന്നെയാണ് കേട്ടോ, അത്യാവശ്യം വലിയ കാടിന് എത്രയോ ഏക്കർ സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ സൈഡിലായിട്ടൊരു പുഴയും. നമ്മൾ തുറൈക്കോട്ട എന്നാണ് അത്ര അവിടേക്ക് പറയുക, തുറയിൽ ഭഗവതി ക്ഷേത്രം. നമ്മളൊരു ആൽമരം ചുറ്റി കടന്നിട്ട് വേണം അവിടേക്ക് കടക്കാനായിട്ട്. ഒരു നീണ്ട നടപ്പാതയിലൂടെ പോയ രണ്ട് സൈഡും വിളക്കുകളൊക്കെ ഉണ്ട്. ഒരു വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് പോലും വിളക്ക് കത്തിക്കാം. അങ്ങനെ നമ്മൾ കുറേ നടക്കാനുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്, ആ നടപ്പാതയിലൂടെ. അങ്ങനെ കുറേ നടന്നെത്തുന്നത് നല്ലൊരു കാടിൻ്റെ ഉള്ളിലേക്കാണ്. കാടിനുള്ളിൽ ഒരു ദേവിയും നിഗൂഢത നിറഞ്ഞ കുറേ കഥകളും. അതാണ് ഈ അമ്പലത്തിലേക്ക് പോകാനുള്ള പ്രത്യേകിച്ചൊരു കാരണം. പിന്നെ അവിടെ എത്തിയപ്പോൾ അവിടെ അവരോട് ചോദിച്ചിട്ടാണ് ബാക്കി കഥകളൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. ഒരുപാട് കുരങ്ങന്മാർ ഈ അമ്പലത്തിലുണ്ട്. ഒരുപാട് ഈ കാടിൻ്റെ ഉള്ളിൽ എല്ലാ മരങ്ങളിലും കുരങ്ങന്മാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ അവിടെ കയറിയിട്ട് അവിടുത്തെ കഥകളൊക്കെ അറിഞ്ഞ്. കുരങ്ങൂട്ടാണ് ഈ അമ്പലത്തിലെ പ്രധാന വഴിപാട്. പിന്നെ കൂവപ്പായസം, ഇതാണ് പോലും അവിടെ വഴിപാടായി ദേവിക്ക് സമർപ്പിക്കുന്നത്. നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് കയറുന്നോട് തന്നെ ഒരു ഹനുമാൻ പ്രതിഷ്ഠയാണുള്ളത്. ഹനുമാൻ സ്വാമിയെ അവിടെ പ്രത്യേകമായിട്ട് പൂജിക്കുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് നിന്നാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നതെങ്കിലും പടിഞ്ഞാറോട്ടാണ് അവിടുത്തെ പ്രതിഷ്ഠ ഉള്ളത്. വനദുർഗ, ജലദുർഗ, സ്ഥലദുർഗ എന്നീ ഇതിലാണ് ദേവി അവിടെ ആരാധിക്കപ്പെടുന്നതെന്ന്. പിന്നെ ദേവീൻ്റെ പ്രധാനപ്പെട്ട വഴിപാട് ഞാൻ പറഞ്ഞതുപോലെ കൂവപ്പായസമാണ്. അവിടെ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും പറയുന്നുണ്ട്. പിന്നെ കുറഞ്ഞ സ്ഥലത്തൊന്നല്ല, ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു കാഴ്ച മാത്രമാണ് നമ്മളെ വീഡിയോയിലൂടെ കാണുന്നത്. ഇത് കുന്നമംഗലം കാരന്തൂര് ഭാഗത്ത് എല്ലാവർക്കും എത്തിപ്പെടാൻ ഭാഗത്തായിട്ടാണ് ഈ അമ്പലം ഉള്ളത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു.